ഇന്ത്യയിലെ മുക്കിലും മൂലയിലും ഓടിയെത്തി അതെല്ലാം പിടിച്ചെടുത്ത ഒരു നേതാവായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. പക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കാശ്മീർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല? അത് വലിയൊരു കഥയാണ്. അദ്ദേഹം വളരെ നിഷ്പ്രയാസം എന്ന് പറയുന്ന പോലെ 550-ലധികം നാട്ടുരാജ്യങ്ങളെ ഒന്നിച്ചു കോർക്കാനായിട്ട് യത്നിച്ചു. അത് വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് ഇന്ത്യയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ അതിൽ 2-3 സ്ഥലങ്ങൾ, കാശ്മീർ മാത്രമല്ല, കാശ്മീരിൻ്റെ കാര്യം ആദ്യം പറയാം. കാശ്മീരിൽ അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് കാശ്മീർ ഒരു ബോർഡറാണ്, ആ ബോർഡറിൽ നമുക്ക് നിർണായകമായ ഒരു സ്വാധീനം വേണം, അതുകൊണ്ട് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കണം. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ നയം എന്ന് പറയുന്നത് ഷെയ്ഖ് അബ്ദുള്ള, അതായത് ഇന്നത്തെ ഒമർ അബ്ദുള്ളയുടെ പിതാവിൻ്റെ പിതാവ്, ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സുൽത്താനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമായിട്ടാണ് അദ്ദേഹം അതിനെ അപ്പോൾ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒന്നുകിൽ ഞങ്ങൾ വിട്ടുപോകും, അല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കണം എന്നുള്ള രീതിയിൽ നിന്നു. അപ്പോൾ പട്ടേൽ പറഞ്ഞു, നമുക്ക് യാതൊരു വിധത്തിൽ നോക്കേണ്ട, നമുക്ക് അവരെ പിടിച്ചടക്കണമെങ്കിൽ പിടിച്ചടക്കണം, ആ വിധത്തിൽ നമുക്ക് ഇന്ത്യയുമായി ചേർക്കണം. പക്ഷെ നെഹ്റു അവിടെ ഒരു സമവായത്തിൻ്റെ പോളിസി എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വലിയൊരു, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും കൊടുക്കാത്ത ഒരു വാഗ്ദാനമാണ് ചെയ്തത്. അവിടെ പ്രത്യേക രാജ്യം, പ്രത്യേക പതാക, പ്രത്യേക പ്രധാനമന്ത്രി, പ്രത്യേക നിയമം. അപ്പോൾ ഇന്ത്യക്ക് അകത്ത്, ഇന്ത്യയുടെ പരമാധികാരമുള്ള പ്രദേശത്ത് ഇന്ത്യക്ക് യാതൊരു പരമാധികാരവും ഇല്ലാത്ത ഒരു സംസ്ഥാനമല്ല ഒരു രാജ്യം. വേറൊരു പ്രധാനമന്ത്രി, വേറൊരു നിയമം, വേറൊരു പതാക, വേറൊരു രാജ്യം. ഈ രീതിയിൽ വരുന്നത് ഇന്ത്യക്ക് ഭൂഷണമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിപത്താകും എന്ന് പലവട്ടം പട്ടേൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നാം ചരിത്രത്തിൽ പഠിച്ചത്. പക്ഷെ ഇന്നലെ നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ്, നെഹ്റുവിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്, സർദാർ വല്ലഭായ് പട്ടേലിനെ ഇതുമായി ബന്ധിപ്പിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. ഇനി അത് രാഷ്ട്രീയമാനത്തിലേക്ക് കടക്കുകയില്ല. അത് ആ ചരിത്രം ആർക്കും മൂടി വയ്ക്കാൻ ഒക്കില്ല. അത് ഇത്രയും നാൾ മൂടി വെച്ചത് കോൺഗ്രസ് ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ കോൺഗ്രസ് വിട്ടുപോകുന്നത് വരെ അവർ ഈ അപ്പൊ സാർ പൂർണ്ണമായി തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത് നെഹ്റുവിന്റെ കഴിവുകേടായിരുന്നു കാശ്മീരിലെ പ്രശ്നങ്ങൾക്ക് കാരണം. കാശ്മീർ അന്ന് തന്നെ പിടിച്ചെടുത്ത് അവിടെ കൃത്യമായി ഇന്ത്യയുടെ ഭാഗമായി നിലനിർത്തിയിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇന്നും ഉണ്ടാകില്ലായിരുന്നില്ല. അന്ന് കാശ്മീർ മാത്രമല്ല, POK പോലും നമുക്ക് പിടിച്ചടക്കാമായിരുന്നു. അന്ന് പട്ടേൽ പറഞ്ഞുവെന്ന് മാത്രമല്ല, അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ പറഞ്ഞു, 6 മാസത്തിനകം സൈന്യം ഞാൻ സന്നാഹമാക്കി തരാം, നമുക്ക് തിരിച്ചടിച്ച് POK ഉൾപ്പെടെയുള്ളത് നമുക്ക് ഇങ്ങോട്ട് പിടിക്കണം, അത് UN കൊണ്ടിട്ട് അലക്കരുത്, അലക്കിയാൽ അവർ നമുക്കൊരിക്കലും ഗുണം തരില്ല എന്ന് പറഞ്ഞു. പക്ഷേ നെഹ്റുവിന് വിശ്വാസമോ അവിശ്വാസമോ എന്തായാലും നെഹ്റു പറഞ്ഞു, അങ്ങനെ വേണ്ട, നമുക്ക് UN പോവാം. UN പോയാൽ അദ്ദേഹം സമാധാന ചേരിയിലായിരുന്നു, ചേരിചേര പ്രസ്ഥാനത്തിലായിരുന്നു. അതെ, അത് മാത്രമല്ല അദ്ദേഹത്തിന് വലിയ കോൺഫിഡൻസും ഉണ്ടായിരുന്നു. ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ കൂടെ ഞാൻ പറഞ്ഞാൽ കൂടെ നിൽക്കുന്നു. പക്ഷെ അവിടെ വന്നപ്പോൾ കളി മാറി. അവിടെ വന്നപ്പോൾ നമുക്ക് വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കാമെന്നുള്ള വിധത്തിലേക്കാണ് ആദ്യം പ്രശ്നം പോയത്. അതോടെ ആകെ ഈ ചരിത്രം അങ്കലാപ്പിലായി. അതെ, ഈ ചരിത്രം നിലനിൽക്കെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ BJP സർക്കാരിനെതിരെയാണ് ജമ്മു കാശ്മീറുമായി ബന്ധപ്പെട്ട് നിരന്തര വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് 370 വകുപ്പെല്ലാം വലിയ രീതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. രാഹുൽ ഗാന്ധി മാത്രമല്ല, ഇന്ത്യയുടെ അയൺ ലേഡി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി പോലും തൊട്ടില്ലല്ലോ. ഇത് നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ മുതൽ 1971 അന്ന് വേണമെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് പറഞ്ഞുകൂടെ, ഇത്രയും ബോർഡർ ഇഷ്യൂസൊക്കെ നടന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, ആർട്ടിക്കിൾ 370 എടുത്ത് കളയാം, എന്നിട്ട് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനമായി നിൽക്കണം എന്ന് ഇന്ദിരാഗാന്ധിക്ക് നിസ്സാരമായി പറയാമായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ഇന്നത്തെ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനേക്കാൾ ശക്തി അന്നുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി പറഞ്ഞാൽ പ്രതിപക്ഷം പോലും, അന്ന് അടൽ ബിഹാരി വാജ്പേയിയൊക്കെ ഇന്ദിരാഗാന്ധി എന്തു പറയുന്നു അതിന് 100% സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിപക്ഷമായിരുന്നു. ഇന്ന് നരേന്ദ്രമോദിക്ക് അങ്ങനെയല്ല. നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഇന്ത്യയെ 4ാമത്തെ ശക്തിയാക്കിയാൽ അല്ല, അതിലും താഴെയാണെന്ന് പറയുന്ന പ്രതിപക്ഷമാണ് എന്നുള്ളത് അല്ലേ? ഇല്ല, നമ്മൾ അത്രയും എത്തിയിട്ടില്ല, അതിൻ്റെ ഒരുപാട് പുറകിലാണ്. നമ്മുടെ ധനം
പിന്നെ നമ്മുടെ സാമ്പത്തികമായി നമ്മൾ തകർന്നു എന്ന് ട്രംപ് പറയുന്നതിനൊപ്പം കൈയടിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത്. അന്ന് അങ്ങനെയല്ല. അന്ന് വാജ്പേയി ആവട്ടെ, മറ്റ് പ്രതിപക്ഷങ്ങളാകട്ടെ, പ്രതിപക്ഷം പൊതുവേ ദുർബലമായിരുന്നു, പക്ഷേ അതിൽ ശക്തമായ നേതാക്കളെന്ന് പറയാവുന്നുണ്ടായിരുന്ന വാജ്പേയി പോലുള്ളവർ പോലും ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ വരുന്നു. അത് കഴിഞ്ഞ് സാർക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ശക്തിയായിട്ട് പിന്നെ ഇന്ത്യയെ നിലനിർത്താൻ നോക്കിയ രാജീവ് ഗാന്ധിക്ക് കഴിയുമായിരുന്നു. അതൊന്നും ചെയ്തില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അല്ല, അന്ന് 70 വർഷം കഴിഞ്ഞപ്പോൾ 70 ദിവസം മാത്രം പ്രായമുള്ള ഒരു ആഭ്യന്തരമന്ത്രി അമിത്ഷാ അത് പുഷ്പം പോലെ തട്ടിക്കളഞ്ഞു എന്നുള്ളത് അപ്പോൾ എത്ര നിസ്സാരമായിട്ട് ഇത് കൈകാര്യം ചെയ്യാമായിരുന്നു അന്നായിരുന്നെങ്കിൽ. അല്ല, അന്ന് ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഈ നെഹ്റു ഈ വിട്ടുവീഴ്ച ചെയ്തത്? ഏറ്റവും ഇന്ത്യയെ തന്നെ ദ്രോഹിക്കുന്ന ഒരു വിട്ടുവീഴ്ച. തീർച്ചയായിട്ടും ഷെയ്ഖ് അബ്ദുള്ളയെ പ്രീണിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഷെയ്ഖ് അബ്ദുള്ള യും അദ്ദേഹവും വളരെ സൗഹൃദത്തിലായിരുന്നു. ആ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി ഒരുമിച്ച് പഠിച്ചു, അങ്ങനെ വളരെ ഫാമിലി പരമായിട്ടും വളരെ ക്ലോസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാനിവിടുത്തെ പ്രധാനമന്ത്രി, താൻ അവിടുത്തെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ വിട്ടുകൊടുത്തതാണെന്നാണ് പല ചരിത്രകാരന്മാരും. അല്ല, അതൊരു സ്വതന്ത്ര രാജ്യമായി കാണണമെന്ന് നെഹ്റുവിനുണ്ടായിരുന്നു. നെഹ്റുവിന് അതല്ല, നെഹ്റുവിന് പല വ്യക്തി താല്പര്യങ്ങളും വ്യക്തി കാരണങ്ങളുമാണല്ലോ ഉള്ളത്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആവരുത്, പിന്നെ രാജഗോപാലാചാരി ആകണമെന്ന് നിർബന്ധം പിടിച്ച ആളാണ്. അത് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അല്ലായിരുന്നു, രാജഗോപാലാചാരിയാണ് ആകേണ്ടിയിരുന്നത് എന്ന് വാശി പിടിക്കുകയും അതിനായിട്ട് ഒരു കോർ ഗ്രൂപ്പിനെ സംഘടിപ്പിക്കുകയും ചെയ്തപ്പോൾ പട്ടേലാണ് തട്ടി മാറ്റിയത്. അത് പറ്റില്ല. അതിനേക്കാൾ സർവ്വസമ്മതനും ജനകീയനും ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആളും രാജേന്ദ്ര പ്രസാദാണ്. രാജഗോപാലാചാരി പണ്ഡിതനും ശ്രേഷ്ഠനും ഒക്കെ തന്നെയാണ്, പക്ഷേ അതിനേക്കാൾ രാഷ്ട്രീയത്തിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത് രാജേന്ദ്ര പ്രസാദ് ആണെന്ന് പറഞ്ഞ് രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റ് ആക്കുന്നതിന് വളരെ മൽപ്പിടുത്തം നടത്തിയ ആളാണ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ അല്ലാതിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? സർദാർ വല്ലഭായ് പട്ടേൽ ജീവിച്ചിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദിക്കുന്നതായിരിക്കും ഭേദം. അങ്ങനെ ഒരാൾ ഇവിടെ ഇന്ത്യയിൽ ജനിച്ചിട്ടില്ലെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചോദിക്കുന്നതായിരിക്കും അതിലും ഭേദം. കാരണം 1946 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമെന്നുള്ള ലക്ഷണം വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും വെച്ചു. അതായത് ജിന്ന പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലം കിട്ടണം, ഞങ്ങൾക്ക് ഈ ഹിന്ദുക്കളുമായിട്ട് ഒന്നിച്ച് പോകാൻ പറ്റില്ല, ഞങ്ങൾ മുസ്ലിങ്ങൾ. അതായത് 1937 പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഒരു പിന്നെ ഈ പ്രൊവിൻഷ്യൽ കൗൺസിലിലേക്ക് ഇലക്ഷൻ നടത്തിയപ്പോൾ 17 പ്രൊവിൻഷ്യൽ കൗൺസിലുള്ളതിൽ 5 എണ്ണത്തിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. മറ്റു പലയിടത്തും അവർ ശക്തമായ ഒരു മുന്നേറ്റം നടത്തി വന്നു. എന്നിട്ട് ഇന്ത്യൻ അതായത് ജിന്നയുടെ ലീഗിന് മുസ്ലിം ലീഗിന് ആ ലീഗിന് കിട്ടിയത് ഒന്ന് ബംഗാളും ആസാമും. അതും പൂർണ്ണമായിട്ട് കിട്ടിയില്ല, അവർക്ക് മെജോറിറ്റി കിട്ടിയില്ല. മറ്റു പലരെയും ചേർത്ത് പിടിക്കാൻ നോക്കിയാൽ ഇവർക്ക് കൂടെ നിൽക്കുന്നുമില്ല. പിന്നെ കിട്ടിയത് പഞ്ചാബും പിന്നെ സിന്ധുവാണ്. അവിടെയും അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ അതോടെ അന്ന് തന്നെ ജിന്ന കണക്കാക്കി നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ പ്രത്യേകം പോകണം. അങ്ങനെ ബ്രിട്ടീഷുകാരുമായിട്ട് സന്ധി ചേർന്നും ചേരി ചേർന്നും ഒക്കെ പലവിധ പരിപാടികളിൽ അവസാനത്തേതാണ് 1946 ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഒത്തുതീർപ്പിലാകുന്ന വിധത്തിൽ വന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു പോളിസി എ പോളിസി ബി, അല്ലെങ്കിൽ പ്ലാൻ 1 പ്ലാൻ ബി, പ്ലാൻ 1 പ്ലാൻ 2. പ്ലാൻ 1 എന്ന് പറയുന്നത് ഈ 17 പ്രൊവിൻസുകളെയും സ്വതന്ത്രമാക്കി വിടും. എന്നിട്ട് ഈ 17 പ്രൊവിൻസുകളെയും റിലിജിയൻ്റെ ബേസിലാക്കും. അതായത് ഹിന്ദു ഭൂരിപക്ഷം ഉള്ളിടത്ത് ഹിന്ദു റിലിജിയൻ്റെ ഒരു പ്രൊവിൻസ്, മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്ത്. അങ്ങനെ വരുമ്പോൾ സിഖ് ഭൂരിപക്ഷം ഉള്ളിടത്ത് സിഖ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നറിയാമോ? ഇന്ത്യ 17 ഛന്നഭിന്നമായി പോകും. ഇന്ത്യ എന്ന ഒറ്റ രാജ്യം ഉണ്ടാവില്ല. അതാണ് 1. 2 എന്തെന്ന് വെച്ചാൽ 565 നാട്ടുരാജ്യങ്ങളെയും സ്വതന്ത്രമാക്കി വിടും. ഇത് രണ്ടും ജിന്നയ്ക്ക് താല്പര്യമായിരുന്നു. കാരണം എന്നറിയാമോ? പല പ്രൊവിൻസുകൾ കിട്ടിയാൽ അതെല്ലാം പലതും അവർക്ക് പിടിച്ചടക്കാം. അതെല്ലാം അവരൊന്നിച്ചേർത്ത് ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് അവർ നിൽക്കും. ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രങ്ങളും സിഖ് രാഷ്ട്രങ്ങളും ഒക്കെ പ്രത്യേകമായി തലതെല്ലി അതില്ലാതാകും, അവർക്ക് നിൽക്കും. ബ്രിട്ടീഷുകാർക്കും വെസ്റ്റേൺ അമേരിക്ക ഉൾപ്പെടെയുള്ളവർക്കും ഒക്കെ ഇന്നും ഇവിടെ കിടന്ന് കളിക്കാൻ പറ്റിയത്. കാരണം 17 തുണ്ട് കിടക്കില്ലേ? ഈ 17 തുണ്ടിൽ ഇപ്പം
ഒരു തുണ്ട് കടന്നിട്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു തുണ്ട് കടന്നിട്ട് നമ്മളെ അടുത്ത് എന്താ കളിച്ചിരുന്നത്? ഷേഖ് ഹസീന ഇവിടെ വന്ന് അവിടുന്ന് ഓടിച്ചു വിട്ട് കഴിഞ്ഞപ്പം ഇപ്പം ബംഗ്ലാദേശും കൂടെ 2 തുണ്ട് കിട്ടിയവർക്ക്. ഈ 2 തുണ്ട് വെച്ച് എന്തെല്ലാം കളി കളിക്കുന്നത്? എന്തിനും ഒത്തു നിൽക്കാത്ത നേപ്പാളിനെ പോലും പലപ്പോഴും നമുക്കെതിരായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പൂർണ്ണമായിട്ട് ഒത്തു നിൽക്കാത്ത ചൈനയെ എത്ര പ്രാവശ്യം ആ വിധത്തിലൊക്കെ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയെ ഒതുക്കാനല്ല, ഇന്ത്യയെ നാശമാക്കാനായിട്ട് ചില ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുണ്ടല്ലോ പരസ്പരം വെടിവെച്ചുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ പോലെ ഇന്ത്യ 10-17 പീസായിട്ട് ഇവിടെ കിടന്നേനെ. ആ പോളിസി 1 പോളിസി 2 ഉണ്ടായിരുന്നു. പോളിസി 2 ആണെങ്കിൽ അതിനേക്കാൾ അപകടമാണ്. 565 നാട്ടുരാജ്യങ്ങളായിട്ട് അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. എല്ലാവരുടെയും പട്ടാളവും തൊപ്പിയും കുട്ടി രാജാക്കന്മാരുമാണ്. തിരുവിതാംകൂർ മുതൽ അങ്ങ് കാശ്മീർ വരെ, ത്രിപുര മുതൽ ഇപ്പുറത്ത്. അല്ല, അങ്ങനെ ഒരു നേതാവ് എന്തുകൊണ്ട് ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു? കോൺഗ്രസ് ഹി വാസ് എ ജെന്റിൽമാൻ, പക്ക ജെന്റിൽമാൻ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് 15 അംഗ AICCയുടെ കൗൺസിലിൽ മഹാഭൂരിപക്ഷം 14 പേരും പറഞ്ഞത് ഇദ്ദേഹം പ്രധാനമന്ത്രിയാവണമെന്നാണ്, സർദാർ വല്ലഭായ് പട്ടേൽ പ്രധാനമന്ത്രിയാവണമെന്നാണ്. അപ്പോൾ ഗാന്ധിജി ഓടിക്കൊണ്ടുവന്നു. ഗാന്ധിജി പറഞ്ഞു, അല്ല അത് നിങ്ങളാണ് പാർട്ടിയിൽ വലിയ ആൾ. അതായത് 1930 അദ്ദേഹം 1931 അദ്ദേഹം 49ാമത്തെ AICC പ്രസിഡന്റായി. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ 1950 മരണം വരെ, 1950 ഡിസംബറിൽ അദ്ദേഹം മരിക്കുന്നത് വരെ, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് വരെ അദ്ദേഹം കോൺഗ്രസ്സിലെ ഏകഛത്രാധിപതിയായിരുന്നു. പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും എല്ലാം കൂടെ എടുത്താൽ പോലും, അന്ന് ഒന്നിച്ച് നിന്നാൽ പോലും, അല്ലെങ്കിൽ ആ ശക്തികളെല്ലാം ഒന്നിച്ച് ചേർത്താൽ പോലും സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് കോമ്പിനേഷനേ ഇല്ലായിരുന്നു. അത്രയ്ക്ക് വലിയ ശക്തിയായിരുന്നു അദ്ദേഹം. എന്തിന് ഗാന്ധിജിയോട് ഭയങ്കര ബഹുമാനമായിരുന്നു. പക്ഷെ ഗാന്ധിജിയോട് പോലും അദ്ദേഹം പലപ്പോഴും മത്സരിക്കാൻ, ചില കാര്യങ്ങളിൽ എതിർപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ടെന്നുള്ളത്. 1937 ഇങ്ങനെ റീജിയണൽ ഭരണമൊക്കെ കിട്ടിയല്ലോ. ആ ഇരിക്കവേ 39 2ാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു, ഇന്ത്യക്കാരും നമ്മുടെ കൂടെ, കൂലിപ്പട്ടാളക്കാരെല്ലാം നമ്മുടെ കൂടെ വന്ന് 2ാം മഹായുദ്ധത്തിൽ പങ്കെടുക്കട്ടെ, 2ാം ലോക മഹായുദ്ധത്തിൽ നമ്മുടെ കൂടെ പങ്കെടുക്കട്ടെ എന്ന് തീരുമാനിച്ചു. അന്നേരം നെഹ്റു അടക്കമുള്ളവർ ഇത് ശരിയല്ല, ഞങ്ങൾ രാജിവെക്കുന്നു, ഞങ്ങൾ മാറി നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഗാന്ധിജി പറഞ്ഞു, അല്ലല്ല, നമ്മളൊരു അന്തരാള ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരനുമായിട്ട് അങ്ങനെ വിട്ടുപോകരുത്, അവർ വലിയൊരു ബുദ്ധിമുട്ടിലാണ്, ആ സമയത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം, പിന്നെ നമുക്ക് സമരം ചെയ്യാം എന്ന് പട്ടേൽ പറഞ്ഞു. ഗാന്ധിജി, അങ്ങനെയുള്ള എല്ലാ റെസ്പെക്റ്റോടും കൂടി ഞാൻ പറയട്ടെ, ഈ അങ്ങെടുക്കുന്ന ഈ പോളിസി ശരിയല്ല. അങ്ങനെ ഗാന്ധിജിയോടത്ത് പോലും പലപ്പോഴും അദ്ദേഹം വീറ്റോ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. അത്രയ്ക്ക് ശക്തിയായിരുന്നേ. അദ്ദേഹം വിചാരിക്കുന്ന എന്തും നടക്കുമായിരുന്നു. 3 ലക്ഷം പേരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ 3 ലക്ഷം പേരെ അപ്പോൾ കോൺഗ്രസിന് വോളണ്ടിയേഴ്സ് എടുക്കും. ഗാന്ധിജി പറയുകയാണ്, നമുക്കൊരു 3 ലക്ഷം പേരെ സംഘടിപ്പിക്കണം. ആ 3 ലക്ഷം പേര് താണ്ടേ, നമ്മൾ ഇലക്ഷന് നിൽക്കുന്നു, കുറേ ഫണ്ട് പിരിക്കണം, ആ ഫണ്ട് താണ്ടേ. അദ്ദേഹം അതിന് ഭയങ്കര മിടുക്കനായിരുന്നു. ആ കാര്യങ്ങളെല്ലാം നിസ്വാർത്ഥനായിരുന്നു. പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം എന്തും ചതിക്കാൻ തയ്യാറായിരുന്നു. ഇതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കവേ തന്നെ ജവഹർലാൽ നെഹ്റു 47 ശേഷം AICCയിലേക്ക് ഇലക്ഷൻ നടത്തിയപ്പോൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്ത ഒരു ടാൻഡനെയാണ്. ഈ അദ്ദേഹം സപ്പോർട്ട് ചെയ്തത് കൃപാലിനിയാണ്. ഈ അദ്ദേഹത്തിന് എതിരായിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ടാൻഡനെ നിർത്തി. ടാൻഡനും ഇദ്ദേഹം കൂടെ മത്സരിച്ച് അവസാനം ടാൻഡനാണ് ജയിച്ചത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ഥാനാർത്ഥി തോറ്റുപോയി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. അന്ന് വലിയ വിഷമമായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്. എനിക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല, ഞാൻ പ്രധാനമന്ത്രിയായിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് ഗാന്ധിജിയാണ് ഓടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞത്, ഇല്ലല്ല, നിങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ അസറ്റാണ്. അദ്ദേഹം പാർട്ടിയെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകും, നിങ്ങൾ ഈ രാജ്യത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകും. നിങ്ങളുടെ കാരിസ്മയും നിങ്ങളുടെ വ്യക്തിത്വവും എല്ലാം കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തെ നിങ്ങൾ നയിച്ചുകൊണ്ട് പോകണം. ജവഹർലാൽ നെഹ്റു, നിങ്ങൾക്ക് വിദേശത്തുമൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, എല്ലാം വെച്ച് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുക. പട്ടേൽ നമ്മുടെ പാർട്ടിയെ നോക്കും, ആഭ്യന്തരമന്ത്രി ഉരുക്ക് മനുഷ്യനായിട്ട് ഈ ആഭ്യന്തര വകുപ്പ് നോക്കും. നിങ്ങൾ രണ്ടും 2 കരങ്ങൾ പോലെ, ഒരാളുടെ 2 കരങ്ങൾ പോലെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് അവരെ ഒത്തുതീർപ്പിലാക്കിയ ആളാണ്. അങ്ങനെ ഗാന്ധിജിക്കാണ് എപ്പോഴും ഇദ്ദേഹം വഴങ്ങിക്കൊടുത്തിട്ടുള്ളത്. ആ വ്യക്തിത്വത്തിനെ പല പ്രാവശ്യവും ഈ കാശ്മീർ പ്രശ്നത്തിൽ നെഹ്റു വീറ്റോ ചെയ്ത് തടഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പരാതി വന്നിട്ടുണ്ട്, എൻ്റെ ആഭ്യന്തര വകുപ്പിൽ പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരെ അടുത്ത് ആവശ്യമില്ലാത്ത നിർദ്ദേശങ്ങൾ നൽകുന്നുവെന്ന് ക്യാബിനറ്റിൽ വരെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നൈസാമിനെ
പിന്നെ ആ ഹൈദരാബാദ് പിടിച്ചടക്കുന്നതിന് അദ്ദേഹം ഒരുപാട് തടസ്സം നിന്നതാണ്. അത് പിന്നെ അദ്ദേഹം വകവച്ചില്ല, പോലീസിനെ അയച്ച് അത് ഒരു പിന്നെ നൈസാമിനെ കീഴടക്കി. അതുപോലെ തന്നെ ഗോവ പോർച്ചുഗീസുകാർ കയ്യിൽ വെച്ചിരുന്നതാണ്. അതും ഇതുപോലെ തന്നെ നെഹ്റു വളരെയധികം അതിനകത്തൊക്കെ പിന്നെ ഈ ആംഗ്ലോ ഇന്ത്യൻസും ഒക്കെ ഉള്ള ഒരു സംസ്കാരമാണല്ലോ ഗോവയുടെ. അതിലും അദ്ദേഹത്തിന് അവിടെ പല ബന്ധങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെയും വീറ്റോ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അവസാനം നിവൃത്തിയില്ലാതെ അതും നമുക്ക് പിടിച്ചെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് പലപ്പോഴും നെഹ്റുവിൻ്റെ രീതികൾ നമ്മുടെ പഞ്ചശീല തത്വവും അദ്ദേഹം കൊണ്ടുവന്ന ചേരിചേരാ നയവും ഒക്കെ ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പഞ്ചശീല തത്വം ആദ്യത്തെ ഫെയിലിയറായിരുന്നു. നമ്മുടെ 5000 ഏക്കർ സ്ഥലം കൊണ്ടുപോയതല്ലാതെ നമുക്ക് വേറെ ഗുണമൊന്നും, കിലോമീറ്റർ സ്ഥലം കൊണ്ടുപോയതല്ലാതെ നമുക്ക് വേറെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചേരിചേരാ നയം. ചേരിചേരാ നയം എന്ന് പറഞ്ഞൊരു നയമില്ല എന്നാണ് ശരിക്കും പറയുന്നത്. അത് ഇന്ദിരാഗാന്ധിയാണ്. പിന്നെ ഇത് ഉപയോഗിക്കാൻ കൊള്ളാം. ഇന്ദിരാഗാന്ധി ചേരിചേരാ നയം എന്ന് പറയും, റഷ്യയുടെ കൂടെ നിൽക്കും. അതെന്ത് ചേരിചേരാ നയം എന്ന് എല്ലാവരും ചോദിക്കുമായിരുന്നു. ഞങ്ങൾ ചേരിചേരാ നയമാണെന്ന് ഇന്ദിരാഗാന്ധി പറയും. പക്ഷേ നമ്മൾ നിൽക്കുന്ന ആരുടെ കൂടെയാണ്? റഷ്യയുടെ കൂടെ. അങ്ങനെ നിൽക്കാൻ കഴിയൂ. ചേരിചേരാന്ന് പറഞ്ഞ നയമില്ല. ഒന്നുകിൽ ഈ ചേരി ആ ചേരി, 2 ചേരികളുണ്ടോ അങ്ങനെ നിൽക്കാൻ പോകും. പിന്നെ ആരും ഒരു ചേരി ഇല്ലെങ്കിൽ നമുക്ക് ചേരിചേരാന്ന് പറയാം. 2 ചേരികളുണ്ടെങ്കിൽ ഒരിടത്ത് നിന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അതാണ് ഇന്ദിരാഗാന്ധി ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചത്. റഷ്യയുടെ കൂടെ നിന്നുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു. അപ്പോൾ ഇത് എല്ലാം കാണിക്കുന്നത് പട്ടേൽ എന്ന, താങ്കൾ ചോദിച്ച ചോദ്യം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, പട്ടേൽ എന്ന ഉരുക്കു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല. ചെറിയ ചെറിയ കുറേ പീസുകൾ പരസ്പരം തല്ലിക്കീറുന്ന പാകിസ്ഥാൻ പോലെ, ബംഗ്ലാദേശ് പോലെ, അവിടെ ബംഗാൾ, പിന്നെ പഞ്ചാബ്, കാശ്മീർ, പിന്നെ ബീഹാർ എന്നൊക്കെ പറഞ്ഞ് കുറേ, മദ്രാസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രൊവിൻസുകൾ കാണും. ഈ പ്രൊവിൻസുകളെല്ലാം തമ്മിൽ എല്ലാം ഓരോ രാജ്യങ്ങൾ, ഓരോ പ്രധാനമന്ത്രിമാർ. കാശ്മീരിലൊരു പ്രധാനമന്ത്രി വന്നില്ലേ, ഷെയ്ഖ് അബ്ദുള്ള. അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ പ്രധാനമന്ത്രിമാർ, അണ്ണാദുരയോ അതുപോലെ ഓരോ സ്ഥലത്ത്. മധുരയിൽ നമ്മളെല്ലാം ഒന്നിച്ച് കിടന്നേനെ, മധുരയിൽ കിടന്നേനെ. മദ്രാസ് പിന്നെ പ്രൊവിൻസിൽ കിടന്നേനെ, അവിടെ അണ്ണാദുരയുടെ നേതൃത്വത്തിൽ അത് കിടന്നേനെ. ഇങ്ങനെ കുറേ പ്രൊവിൻസുകളായിട്ട് മാത്രം കിടന്ന് ഇന്ത്യ തലതല്ലി കീറി ഇല്ലാതായി. വിദേശികളുടെ അടിമയല്ലാത്ത അടിമയായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വന്നേനെ ഇന്ന്. പട്ടേൽ ഒരാളാണ് കാരണക്കാരൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ 2 പോളിസി അംഗീകരിക്കുന്നില്ല, മൂന്നാമതൊരു പോളിസി ഞാൻ പറയുന്നു. വേണമെങ്കിൽ നിങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള പിന്നെ പഞ്ചാബിന് അപ്പുറത്തുള്ള കുറച്ച് ഭാഗങ്ങളും ഇപ്പുറത്ത് ബംഗാളിൻ്റെ അപ്പുറത്തെ ഭാഗങ്ങൾ, ബംഗ്ലാദേശ് നമ്മളിന്ന് വിളിക്കുന്ന കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറ് പാകിസ്ഥാനും 2 എടുത്തുള്ളതാണ്. ജിന്ന പിന്നെ കിട്ടിയത് കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചുകൊണ്ട് പോയി. ബാക്കി അന്നത്തെ ആദ്യത്തെ AICC മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിനോട് ചിലർ ചോദിച്ചത് നമുക്കിങ്ങനെ, അദ്ദേഹം പറഞ്ഞു 80% ഇന്ത്യ നമ്മുടെ കിട്ടിയെന്ന് നിങ്ങൾ അഭിമാനിച്ചോ? ഇല്ലെങ്കിൽ ഇതുപോലും ഇല്ലായിരുന്നു, എല്ലാം ഛന്നഭിന്നമായി പോയത്. 80%, അതായത് ഇന്നത്തെ ഇന്ത്യ ആക്കി തന്നത് ഏകതാ ദിനത്തിൻ്റെ ആ ദീപസ്തംഭമാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ എന്ന് പറഞ്ഞാൽ മുഖ്യൻ. ആ മുഖ്യനാണ് നമ്മുടെ പ്രമുഖൻ. അദ്ദേഹമാണ് ഇന്ത്യയെ ആക്കി തന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.